ഹലോ ഗായ്സ്, ഞങ്ങൾ ഇപ്പോൾ ഒരു യാത്ര പോവാണ്. വിജനമായ കാട്ടിലൂടെയാണ് കേട്ടോ യാത്ര. സമയം 12 ആവാറായി ഞങ്ങളുടെ സ്പോട്ട് എത്തുമ്പോഴേക്കും. ഈ വഴി കഴിഞ്ഞാൽ ഫോണിലെ സിഗ്നൽ പോവും. പിന്നെ റിസോർട്ടിലെ വൈഫൈ ആണ് രക്ഷ. ഞങ്ങൾ ഈ തണുപ്പിൽ വിറച്ചു നിൽക്കുമ്പോൾ ഒരാൾ കൂളായി നിൽക്കുന്ന കണ്ടോ ഗായ്സ്. ഈ വാതിലിൽ കൂടെ തല കുനിയാണ്ട് കടക്കാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുള്ളത് മൂന്നാറിലെ തോട്ടം സ്റ്റേയിലാണ് കേട്ടോ. പകലായപ്പോഴാണ് ശരിക്കും ആ ഭംഗി ആസ്വദിക്കാൻ പറ്റിയത്. ഒരു സൈഡ് കാടും ഒരു സൈഡ് വ്യൂ പോയിന്റ് ആണ് ഇവിടുത്തെ പ്രത്യേകത. വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിറങ്ങിയപ്പോ ചൂട് കട്ടൻ കെട്ടിട്ടോ കുടിക്കാൻ. ഈ തണുപ്പിൽ അതൊരാശ്വാസമായിരുന്നു. ഒരുപാട് വെറൈറ്റി റോസാപ്പൂകളും ഉണ്ട് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഫോട്ടോഷൂട്ട് ആയിരുന്നു. പിന്നെ സമയം കിട്ടിയപ്പോ പുറത്തൊന്ന് കറങ്ങാൻ ഇറങ്ങി. റിസോർട്ടിലേക്ക് പോണ വഴിയിൽ 2 സൈഡ് മേലമാണ് കേട്ടോ. പിന്നെ ഫുഡ് സമയമായപ്പോ പുറത്തെ വൈബ് കണ്ട് ആസ്വദിച്ച് കഴിച്ചു. വൈകുന്നേരം ഒരു 5 മണി ആയപ്പോൾ ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്ത ഒരു വ്യൂ പോയിന്റ് കാണാൻ ഞങ്ങൾ ഇറങ്ങി. പോണ വഴി റിസ്കി ആയിരുന്നു കേട്ടോ. ആനയും പാമ്പും ഒക്കെ കാണാൻ സാധ്യതയുള്ള വഴി. പക്ഷെ കേറി ചെന്നപ്പോ കിട്ടിയ വ്യൂ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ക്യാമ്പ് ഫയർ സെറ്റാക്കിയത് ഈ ചെടികൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഗുഹയ്ക്കുള്ളിലായിരുന്നു. വേറെ ലെവൽ വൈബ് തന്നെയായിരുന്നു. സൺറൈസ് കാണാൻ രാവിലെ 5:30 എണീറ്റ് ഇരിപ്പാണ് കേട്ടോ. 23 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരുന്നുള്ളെങ്കിലും ഭീകര തണുപ്പ് തന്നെ ഫീൽ ചെയ്തു. നടക്കാൻ ഇറങ്ങുമ്പോൾ ചുറ്റുപാട് നോക്കി തന്നെ നടക്കണം, കാരണം പാമ്പുകളൊക്കെ ഏത് നേരം വേണമെങ്കിലും പാസ് ചെയ്യാം. ദാ നമ്മുടെ റിച്ച് ഫോട്ടോഗ്രാഫറുടെ ക്യാമറ സ്കില്ലൊന്ന് നോക്കിയാലോ. ഹലോ ഗൈസ്, ഞങ്ങൾ സൺറൈസ് കാണാനാണ് ഇരിക്കുന്നത്. ഭയങ്കര തണുപ്പാണ്. 23 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെ ഒരു 6:45 ആയപ്പോ സൺറൈസ് കാണാൻ പറ്റിട്ടോ. അടുത്ത സ്പോട്ടിലേക്ക് പോവാൻ നിന്നപ്പോ കാർ കുറച്ചു നേരം പണി തന്നു. പക്ഷെ നമ്മുടെ റിച്ചു മെക്കാനിക് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്താണ് പ്രശ്നം? രാവിലെ ഭയങ്കര മഞ്ഞല്ലായിരുന്നു. പണി തീർന്നു. ഇത് ചൂടാവാൻ നമ്മൾ കുറച്ചു നേരം വെയിലത്ത് ഇടാം. അപ്പൊ വെയില് തട്ടി വിറ്റാമിൻ ഡി വണ്ടിക്ക് കിട്ടി, വണ്ടിക്ക് എനർജി ആവും. നമ്മളൊക്കെ വൈറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടി 10 മണിയുടെ വെയിൽ കൊള്ളില്ലേ, അതല്ല. ഞങ്ങളിപ്പോൾ ഉള്ളത് ക്രീപ്പി ഹൗസിലാണ്. ബ്രിട്ടീഷുകാരുടെ സമയത്തൊക്കെ ഉണ്ടാക്കിയതാണ്. പണ്ട് ഏതോ ഒരു സായിപ്പ് ചുമ്മാ ഉണ്ടാക്കിയത്. ഒരു ബുക്കിന്റെ ഒരു ഏരിയ ഉണ്ട്. അത് നമ്മുടെ ഏരിയ അല്ല. ഇവിടെ തീ കത്തിക്കണമുണ്ട്. ഇതാ അല്ല ഗൈസ്, ചുമ്മാ ബലി. അത് ബലി. 2 മുറികളാണ് കേട്ടോ ഉള്ളത്. 2 മുറിയും കുഴപ്പമില്ല, ബാത്റൂമൊക്കെ വലുതാണ്. പിന്നെ ഒരു മഞ്ഞ ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. പിന്നെ ഉപ്പും പഞ്ചസാരയൊക്കെ ഉണ്ട്. ചായ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കാം. ഞങ്ങൾക്ക് ഇപ്പം ഇഷ്ടമില്ല. കൂട്ടായി
ഇരിക്കേണ്ടവർക്ക് ഇതിലിരിക്കാം, അവിടെ ഇരിക്കാം, സിംഗിൾസിന് അവിടെ ഇരിക്കാം. ഇത് മറ്റേ പടയപ്പിയും തോന്നുന്നു. ഓ പടയപ്പിയും പിന്നെ ഏതാ അരിക്കൊമ്പൻ. പടയപ്പ ഇത് അരിക്കൊമ്പൻ. ഇതിലൊക്കെ കഴിഞ്ഞു. മക്കളോ കസിൻസോ എവിടെയും കാണാൻ പറ്റുന്ന തേയില പോലെ തന്നെ റോസാപ്പൂവും ഉണ്ട്. കുറച്ചു നേരം കിട്ടിയപ്പോൾ ആനയിറങ്ങൽ ഡാമിലേക്ക് ഒന്ന് പോയി വന്നു. പിന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഡേ കൂടിയായിരുന്നു. അത് ഞങ്ങൾ മൂന്നാറിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. അങ്ങനെ ഞങ്ങൾ മൂന്നാറിനോട് യാത്ര പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഒരു പിടി നല്ല ഓർമ്മകളുമായി. ടാറ്റാ, ബൈ ബൈ. Drizzle soft